Good morning. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ വാർഡ് കംപ്ലീറ്റ് ആക്കിയില്ലേ? Yes, ma'am. അതിന്റെ ക്വസ്റ്റ്യൻസ് 4 എഴുതിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് അല്ലെ? ഓക്കെ, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോട്ട്സ് എടുത്തോ. ഓക്കെ, ഓക്കെ, റെഡി ആയോ? സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5th വൺ അല്ലേ? നെക്സ്റ്റ് 4th വൺ കഴിഞ്ഞായിരുന്നു അല്ലെ? 4th വൺ ഒന്നുകൂടി പറയണോ? ക്വസ്റ്റ്യൻസ് കിട്ടാത്തവരുണ്ടോ? ആദ്യത്തെ 4 എണ്ണം. ഓക്കെ, 5th വൺ. Okay, 5th question. Oncology is the study of dash. Oncology is the study of dash. Oncology is the study of dash. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓങ്കോളജി? എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? വെരി ഗുഡ്, ക്യാൻസർ. സർജറി ആണ് ക്യാൻസർ കേട്ടോ. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓങ്കോളജി. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉൾവരാറുണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പോ ഹെമറ്റോളജി. എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞാല്? ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഹെമറ്റോളജി. വെരി ഗുഡ്, ബ്ലഡ് അല്ലെ? അപ്പൊ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതിലങ്ങനെയുള്ള ഇതുമായി കണക്ട് ചെയ്ത് വരുമ്പോൾ ഉൾപ്പെടാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ആൻസേഴ്സും ഒക്കെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ഓങ്കോളജി ഏരിയയുമായി ബന്ധപ്പെട്ട് വാർഡിന് നമ്മളൊരു സ്പെഷ്യൽ വാർഡുമായി ബന്ധപ്പെട്ടത് ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടല്ലാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാറുണ്ടല്ലോ. പല ചാപ്റ്ററിലും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഹെമറ്റോളജി, ഓങ്കോളജി എന്ന പോലെയുള്ള നിങ്ങൾ പഠിക്കാനുള്ളവ മാത്രമേ വരുള്ളൂ, അല്ലാതെ എക്സ്ട്രാ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് 6th question. 6th question. A professional who is specialized in helping people. A professional who is specialized in helping people who are recovering from disease or disability. A professional who is specialized in helping people. A professional who is specialized in helping people who are recovering from disease or disability. ഏതാണ്? ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ വെരി ഗുഡ്. ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെ? 2 പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലെ ആ ഒരു വ്യക്തി. ഓപ്ഷനിൽ ഏതാണ് കാണുന്നത്? ഫ്ലോർ മാനേജർ ആണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. ഇനി പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് ഓപ്ഷനിൽ ഉള്ളതെങ്കിൽ അത് ചൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ രണ്ടും 2 വ്യക്തിയല്ല, 2 പേരുടെയും കൂടെ ഒരാളെയാണ് നമ്മൾ 2 പേരിൽ അറിയപ്പെടുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. ഓപ്ഷനിൽ ഏതാണോ കാണുന്നത് അത് ചൂസ് ചെയ്യുക കേട്ടോ. ചിലപ്പോ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്നായിരിക്കാം ഓപ്ഷനിൽ ഉണ്ടായിരിക്കാം. രണ്ടും ശരിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
7th one അല്ലേ? Which of the following does not come? Which of the following does not come under? Does not come under? Which of the following does not come under the duties related to? Come under the duties related to hospital information system. Which of the following does not come under the duties related to hospital information system? Hospital information system. Okay, next. So, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി പറയാം കേട്ടോ. ഏതൊക്കെയാണ് കിട്ടാത്തത് എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാ മതി കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇപ്പോ പറയുന്നത് എഴുതിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും കിട്ടില്ല അതും കിട്ടില്ല. അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 7th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അത് എഴുതിയെടുക്കുക കേട്ടോ. Which of the following? 7th question കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. Which of the following does not come under the duties related to hospital information system? ഇനി 4 ഓപ്ഷൻസ് എഴുതുക. ഓപ്ഷൻ എ, new admission received in the system. 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 Option B, discharge are completed on time in the system. Discharge are completed on time in the system. Discharge are completed on time in the system. Option C, issue related to bed management. Issue related to bed management. Issues related to bed management. Issues related to bed management. Option D, check noise level. Option D, check noise level. Option D, check noise level. Okay. കിട്ടിയോ? ഓപ്ഷൻ എ എന്തായിരുന്നു? ന്യൂ അഡ്മിഷൻ received in the system. Option B, discharge are completed on time in the system. Option C, issues related to bed management. And option D, check noise level. ഇതിൽ ഏതാണ് in hospital information system ഉൾപ്പെടാത്തത്? വെരി ഗുഡ്, ഡി അല്ലെ? ഓപ്ഷൻ ഡി ആണ്, ചെക്ക് നോയ്സ് ലെവൽ. അത് ഏതിൽ വരുന്നതാണ്? ഏതിലാണ്? ഡിസിപ്ലിൻ ഓഫ് ദ സ്റ്റാഫ് അല്ലെ, അതിൽ വരുന്നതാണ് അല്ലെ ആ ഒരു ചെക്ക് നോയ്സ് ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ബാക്കി 3 നമ്മുടെ ഇൻഫർമേഷൻ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Who is worked as an intermediator? Who is worked as an intermediator? Who is worked as an intermediator in between the healthcare providers? In between the healthcare providers and the patients. Who is worked as an intermediator in between the healthcare providers and the patients. Healthcare providers and the patients. Who is worked as an intermediator in between the healthcare providers and the patients. ആരാണ്? ആരാണ്? അതെ, ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, 9th ക്വസ്റ്റ്യൻ, patient relation officer. Okay, 9th question. Which of the following does not included? Which of the following does not included in duties of a patient care executive? Which of the following does not included in the duties of a
in the duties of a patient care executive? Which of the following does not included in the duties of a patient care executive? Included in the duties of a patient care executive. Which of the following does not included in the duties of a patient care executive? Patient care executive. Patient care executive. എന്താണ് ഓപ്ഷൻസ്? 4 ഓപ്ഷൻസ് എഴുതിക്കോ. ഓപ്ഷൻ എ, ensure proper discipline. Option A, ensure proper discipline. Option B, monitor emergency call. Option B, monitor emergency call and evacuate facilities when required. And evacuate facilities when required. And evacuate facilities when required. Option A, ensure proper discipline. Option B, monitor emergency call and evacuate facilities when required. Option C, ensure patient care. Option C, ensure patient care. Option C, ensure patient care. Option D, coordinating ward unit performance. Coordinating ward unit performance. Coordinating ward unit performance. Coordinating ward unit performance. Very good. Option B ആണ് അല്ലെ. ബാക്കി മൂന്നും ഏതിൽ വരുന്നതാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓപ്ഷൻ ബി, അതായത് മോണിറ്റർ എമർജൻസി കോൾ ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. അത് ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? അത് ആരുടെ ഡ്യൂട്ടിയിലാണ് വരുന്നേ? ആ ബി ഓപ്ഷൻ. വെരി ഗുഡ്. വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിലാണ് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who is maintaining exact records of patient meetings? Who is maintaining exact records of patient meetings with physician, nurses and other staff members? Who is maintaining exact records of patient meetings with physician, nurses and other staff members? Who is maintaining exact records of patient meetings with physician, nurses and other staff members? ആരാണ്? ആരുടെ ഡ്യൂട്ടിയിലാ വരുന്നത്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ. ആ 10th ക്വസ്റ്റ്യനിൽ ഇനി ഏത് ആർക്കെങ്കിലും ക്ലിയർ ആവാത്തത് ഏതാണ്? ഒന്ന് മെസ്സേജ് അയച്ചേ. തോയ്ബയ്ക്ക് 5th വൺ ആണോ? 5th വൺ എന്താണ് ക്വസ്റ്റ്യൻ? ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. ഓങ്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഡാഷ്. എന്താണ്? ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓങ്കോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th വൺ. എ പ്രൊഫഷണൽ ഹു ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ helping people who are recovering from disease or disability. A professional who is specialized in helping people who are recovering from disease or disability. Answer എന്തായിരുന്നു? Patient care executive.
patient care executive. Okay, fourth question. Fourth question, pantry, comma, day room, comma, trolley bay. ഇതൊരു സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പാൻട്രി, കൊമ, ഡേ റൂം, കൊമ, ട്രോളി ബേ. എന്നിട്ട് ചോദിക്കുകയാണ് ഐഡന്റിഫൈ ദി കമ്പോണൻസ് ഓഫ് വാട്ട്. ഐഡന്റിഫൈ ദി കമ്പോണന്റ് ഓഫ് വാട്ട്. ഐഡന്റിഫൈ ദി കമ്പോണന്റ് ഓഫ് വാട്ട്. ഏത് കമ്പോണന്റ് ആണ്? വാർഡിലെ ഏത് കമ്പോണന്റിലാണ് ഈ മൂന്ന് ഏരിയയും വരുന്നത്? ആൻസിലറി ഏരിയ എന്ന് പറയുന്ന കമ്പോണന്റിലാണ് ഈ മൂന്ന് ഏരിയയും ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? തോയ്ബയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി മറ്റാർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? 10 ക്വസ്റ്റ്യൻസിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് വന്നോ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്കൊരു എക്സാം പോലെ ഒന്ന് ഇട്ട് നോക്കിയാലോ? ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ അപ്പോൾ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അറിയാവുന്ന ആൻസേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മൾക്ക് മാർക്ക് നിങ്ങൾ ഇപ്പൊ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ടീച്ചേഴ്സ് എല്ലാവരും ഇത് തന്നെയാണ്. നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ച് തന്നത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടി ഒന്ന് ഷുവർ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് സ്വയമായിട്ട് വിലയിരുത്താൻ കൂടിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ഒന്ന് ഏതൊക്കെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്? ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, പിന്നെ ഏതായിരുന്നു ബ്ലഡ് ബാങ്ക്, പിന്നെ ഏതായിരുന്നു റേഡിയോളജി അല്ലേ പറഞ്ഞിരുന്നത്? റേഡിയോളജി ആൻഡ് ഡയാലിസിസ്. ഈ 5 ചാപ്റ്റേഴ്സ് അല്ലേ പറഞ്ഞിരുന്നേ? ഓക്കെ ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതണോ അതോ നിങ്ങൾക്ക് ആൻസർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് വേണ്ടത്? ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണമെന്നുണ്ടോ അതോ ആൻസേഴ്സ് അറിയാവുന്നത് മാത്രം നോട്ട് ചെയ്താൽ മതിയോ? ക്വസ്റ്റ്യൻസ് എഴുതണം. ഓക്കെ, എന്നാ ക്വസ്റ്റ്യൻ എഴുതി അതിനോടൊപ്പം ആൻസേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഇവിടെ ഡിസ്കസ് ചെയ്യരുത്. അവനവന് അറിയാവുന്ന ആൻസേഴ്സ് എന്താണോ അത് എഴുതി വെക്കുക. ക്ലാസ് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചെക്ക് ചെയ്യാം. അതിനുശേഷം അടുത്തത് അങ്ങനെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ആൻസർ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ആണ് നിങ്ങൾ എഴുതിയിരിക്കുന്നെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത്. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണ്ടല്ലോ. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഓപ്ഷൻസ് ഇടേണ്ട കാര്യമില്ലല്ലോ. ഓപ്ഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഓപ്ഷൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് അല്ലാതെ സാധാ പോലത്തെ ഒരു എക്സാം എഴുതി നോക്കാം. ഓക്കെ ഓക്കെ, നമ്മളപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ. ഓപ്ഷൻ തന്നെ വേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ നമ്മൾ അതൊന്ന് ഒരു 10 എണ്ണം നമുക്ക് ഇപ്പൊ എഴുതാം. അതിനുശേഷം നമുക്ക് ആ 10 എണ്ണത്തിന്റെയും ആൻസേഴ്സ് നിങ്ങളിപ്പോ ആരും ഒന്നും മെസ്സേജ് ചെയ്യരുത് ആൻസേഴ്സ്. അതിനുശേഷം ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുന്നതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, okay, first question, an institution providing medical and surgical treatment, an institution providing medical and surgical treatment and nursing care, an institution providing medical and surgical treatment and nursing care, an institution providing medical and surgical treatment and nursing care for
any ill or injured people. For any ill or injured people are called dash. An institution providing medical and surgical treatment and nursing care for any ill or injured people are called dash. Okay. Second question. First question okay ആണോ എല്ലാവർക്കും? എഴുതിയെടുത്തോ? Okay. Second question. Which was the rule for the practice of doctors? Which was the rule for the practice of doctors? Which was the rule for the practice of doctors? Which was the rule for the practice of doctors? Which was the rule for the practice of doctors? Okay. Third question. Third question. The English word hospital, the English word hospital originated from the Latin noun, dash. The English word hospital originated from the Latin noun dash. The English word hospital originated from the Latin noun dash. Okay, മൂന്ന് ക്വസ്റ്റ്യൻസും എല്ലാവർക്കും കിട്ടിയോ? എഴുതിയെടുക്കാൻ പറ്റിയോ? Okay ആണല്ലോ? Okay. Next, fourth question. Who is the father of medicine? Who is the father of medicine? Fourth question. Who is the father of medicine? Who is the father of medicine? Okay. Fifth question. Fifth question. Who is the father of surgery? 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 And sixth question. The regional hospitals for the infirm and the destitute, the regional hospitals for the infirm and the destitute were built by dash. The regional hospitals for the infirm and the destitute were built by dash. The regional hospitals for the infirm and the destitute were built by dash. Okay, seventh question. Which is the first incorporated hospital in America? 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 Then, eighth question. In 1835, first medical college was established in dash. In 1835, first medical college was established in dash. First medical college was established in dash. Okay, ninth question. How many types of
blood groups are present? 9th question. How many types of blood groups are present? How many types of blood groups are present? Okay, 10th question. Which of the following blood group is considered a universal donor? Which of the following blood group is considered as a universal donor? Which of the following blood group is considered as a universal donor? Okay, 10 question ആയില്ലേ? Questions എല്ലാവർക്കും clear ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 10 ക്വസ്റ്റ്യനും എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ആൻസർ അതിന്റെ ഒപ്പം തന്നെ എഴുതി പോയോ? അതിന് 5 മിനിറ്റ് സമയം വേണം? ഓക്കെ, ആൻസേഴ്സ് ഒക്കെ കിട്ടിയോ എല്ലാവർക്കും? ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു 5 മിനിറ്റ് വേണ്ട അല്ലെ? ജസ്റ്റ് വേഗം ഒന്ന് നോക്കി കിട്ടാത്ത ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം നിങ്ങൾ ഓർത്തെടുത്ത് എഴുതിയേ. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം ബാക്കി 10 അങ്ങനെ ചെയ്യാം. അതെ, ബ്ലഡ് ഗ്രൂപ്പ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കൺസിഡർഡ് ആസ് എ യൂണിവേഴ്സൽ ഡോണർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? An institution providing medical and surgical treatment and nursing care for any ill or injured people are called. 1 minute. ഓക്കെ, എന്താണ്? വെരി ഗുഡ്, ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റൽ. അപ്പൊ ശരിയായവരുണ്ടെങ്കിൽ അവിടെ ടിക്ക് ഇട്ടോളൂ കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്? എന്താണ്? ഏത് റൂളാ? വെരി ഗുഡ്, ഹമ്മുറാബിസ് കോഡ് അല്ലെ? ഹമ്മുറാബിസ് കോഡ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, the English word hospital originated from the Latin noun hospes അല്ലെ? എന്താണ് രശ്മിക്ക്? എന്താ ഏത് ക്വസ്റ്റ്യൻ ആ കിട്ടാതെ? രശ്മി, രശ്മിക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് കിട്ടാത്തത്? ഓക്കെ, ആൻസർ കിട്ടിയില്ലെന്നാണോ പറഞ്ഞത്? സെക്കൻഡിന്റെ ആൻസർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഹമ്മുറാബിസ് കോഡ്.
Hammurabi's code. Okay, third question answer എന്തായിരുന്നു? ഹോസ്റ്റ്സ് അല്ലെ? ഹോസ്റ്റ്സ് അല്ലെ? ഏത് ഇംഗ്ലീഷ് വേർഡ് അല്ലെ? ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏത് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെ? ഹോസ്റ്റ്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരാണ്? വെരി ഗുഡ്, ഹിപ്പോക്രാറ്റസ് അല്ലെ? ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, who is the father of surgery? ആരാണ്? Who is the father of surgery? ആരാണ്? Who is the father of surgery? സുശ്രുത അല്ലെ? സുശ്രുത. Okay, sixth question, the regional hospitals for the infirm and the destitute were built by? ആരാണ് regional hospitals സ്ഥാപിച്ചത്? ബുദ്ധ. വെരി ഗുഡ്, ബുദ്ധ. Okay, seventh question, which is the first incorporated hospital in America? ആരാണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? ഏതാ അമേരിക്കയിലെ? പെനിസിൽവാനിയ ഹോസ്പിറ്റൽ അല്ലെ? പെനിസിൽവാനിയ ഹോസ്പിറ്റൽ. എവിടെയാണ് പെനിസിൽവാനിയ ഹോസ്പിറ്റൽ? അമേരിക്കയിൽ എവിടെയാണ്? അമേരിക്കയിലെ ഏത് സ്ഥലത്താണ്? ഫിലാഡൽഫിയ. വെരി ഗുഡ്, ഫിലാഡൽഫിയ. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ 1835 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. എവിടെയാണ്? വെരി ഗുഡ്, കൽക്കട്ട അല്ലെ? കൽക്കട്ട. Then ninth question, how many types of blood groups are present? How many types of blood group? Very good, 4 അല്ലെ? 4. Okay, 10th question, which of the following blood group is considered as a universal donor? ഏത് blood group ആണ് യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? വെരി ഗുഡ്, O ഗ്രൂപ്പ് അല്ലെ? O ഗ്രൂപ്പ്. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയണ്ട കേട്ടാ. അപ്പൊ ആ ഒരു ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഏതാണ്? ഏത് ഗ്രൂപ്പ് ആണ്? O ആണോ, A ആണോ, B ആണോ എന്ന് മാത്രം. അത് ടൈപ്പ് ചെയ്താണ്. ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിക്കുമ്പോഴാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും 10 ക്വസ്റ്റ്യൻസും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചെയ്താ നമുക്ക്. Okay, 11th question. 11th question, blood consists of which fluid medium? Blood consists of which fluid medium? 11th question, blood consists of which fluid medium? Blood consists of which fluid medium? Okay, 12th question, erythrocytes is another name for dash. 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 Then next question, 13th question, the blood component that helps in fighting infection, the blood component that helps in fighting infection and helps the immune process. The blood component that helps in fighting infection and helps the immune process is called dash. The blood component that helps in fighting infection and helps the immune process is called dash. Okay, 14th question, who is the head of blood bank? Who is the head of blood bank? Who is the head of blood bank? ഏത് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പറയുന്നത്? 13th ക്വസ്റ്റ്യൻ ആണോ? 13th question only പറയാം. The blood component that helps in fighting infection and helps the immune process is called dash. Okay, 14th question, who is the head of blood bank? Who is the head of blood bank?
Okay, 15th question. Who is responsible to conduct center programs? Who is responsible to conduct center programs in blood bank? Who is responsible to conduct center programs in blood bank? Who is responsible to conduct center programs in blood bank? Okay, 16th question. Imaging and treatment of blood vessels. Imaging and treatment of blood vessels is dash. Imaging and treatment of blood vessels is dash. Imaging and treatment of blood vessels is dash. Then next question, 17th question. Which is the safest imaging technology? Which is the safest imaging technology used to observe fetus? Which is the safest imaging technology used to observe fetus? Used to observe fetus. Okay, next question. Strong magnetic field. 17th question ano. Which is the safest imaging technology used to observe fetus? Used to observe fetus. 18th question. Strong magnetic field. Strong magnetic field and radio waves. Strong magnetic field and radio waves are used to view structure and create three-dimensional image. Strong magnetic field and radio waves are used to view, structure and create three-dimensional image. Three-dimensional image. Okay, now question. Next question parayate. 19th question. Expand BTO related to blood bank. Expand the term BTO. Expand the term BTO related to blood bank. Related to blood bank. Okay, 20th question. Blood bank situated on the dash floor. 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 Okay, 20 questions ആയില്ലേ? ബാക്കി വരുന്ന 10 question കഴിഞ്ഞ് 19th question ആണ്. 19th question. Expand the term BTO related to blood bank. Blood ബാങ്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന BTO എന്ന് പറയുന്ന ടേം എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ഒരു 2 minutes തരാം, വേഗം ഒന്ന് ചെക്ക് ചെയ്തോട്ടാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. BTO, അതെ BTO ആണ് കേട്ടോ. BTO ക്യാപിറ്റൽ ലെറ്റർ BTO. ഓക്കെ, നമുക്ക് ടൈം കളയാനില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 11th question എന്തായിരുന്നു? ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് വിച്ച് ഫ്ലൂയിഡ് മീഡിയം? ഏത് ഫ്ലൂയിഡ് മീഡിയം ആണ് ബ്ലഡിലുള്ളത്? ഏത് ഫ്ലൂയിഡ് മീഡിയം ആണ്? വെരി ഗുഡ്, പ്ലാസ്മ അല്ലെ? പ്ലാസ്മ. Okay, 12th question.
Erythrocytes is another name for എന്തിന്റെ മറ്റൊരു പേരാണ്? വെരി ഗുഡ്, RBC. RBCയുടെ മറ്റൊരു പേരാണ് erythrocytes. Then 13th question, the blood component that helps in fighting infection and helps the immune process. ഏതാണ്? വെരി ഗുഡ്, WBC. 14th question, who is the head of blood bank? Who is the head of blood bank? ആരാണ്? blood bank manager. Very good, blood bank manager. 15th question, who is responsible to conduct center programs in blood bank? ആരാണ്? Blood bank manager. Okay. 16th question, imaging and treatment of blood vessels is dash. ഏതാണ്? Imaging and treatment of blood vessels. Angiography. Very good, angiography. 17th question, which is the safest imaging technology used to observe fetus? ഏതാണ്? safest imaging technology fetus നെ observe ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? ultrasound scan അല്ലെ? ultrasound scan. Then 18th question, strong magnetic field and radio waves are used to view structure and create three-dimensional image. Very good, MRI. 19th question, എന്താണ് BTO expand ചെയ്താൽ എന്താണ് വരിക? BTO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് expand ചെയ്ത് പറഞ്ഞേ. എന്താണ് BTO? ബ്ലഡ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള BTO എന്ന് പറയുന്ന ടേം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. Then last question, 20th question, blood bank situated on the dash floor. ഏത് ഫ്ലോറിലാണ് ബ്ലഡ് ബാങ്ക് വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ. വെരി ഗുഡ്. അപ്പോ 20 ക്വസ്റ്റ്യൻസും എല്ലാത്തിനും ആൻസർ കറക്റ്റ് ആയവരുണ്ടോ? എല്ലാവർക്കും എല്ലാ ആൻസേഴ്സും കിട്ടിയോ? ഓക്കെ, ഒന്ന് തമ്പടിച്ച് കിട്ടിയവര് 20 ക്വസ്റ്റ്യൻസും എല്ലാം ശരിയായവര്. ഓക്കെ, എന്താണ് വിഷ്ണുപ്രിയക്ക് 18th ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ ചോദിക്കുന്നത്? 18th ക്വസ്റ്റ്യൻ ആൻസർ ആണോ ചോദിക്കുന്നത്? കിട്ടിയില്ല. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ പീരീഡ് എപ്പോഴാണോ വരുന്നത് അപ്പൊ നമ്മൾ കുറച്ചും കൂടി നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു മാം വരുന്നുണ്ട്, നമ്മുടെ ശരണ്യ ടീച്ചർ നമ്മുടെ ഇവിടെ നിന്ന് ലീവ് ചെയ്ത് പോയി. അപ്പൊ ശരണ്യ ടീച്ചർക്ക് പകരം പുതിയൊരു ഷെറീന എന്ന് പറയുന്ന ഒരു മിസ്സാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ മാം ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എന്റെ ഇനി വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല അല്ലെ, അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും, അതായത് ഇപ്പൊ നമ്മൾ റിവിഷൻ കഴിഞ്ഞത് റേഡിയോളജി വരെയല്ലേ നമ്മൾ നോക്കി, ബാക്കി വരുന്ന ചാപ്റ്റേഴ്സും കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് എന്റെ പീരീഡ് എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കയറി ഒന്ന് റിവിഷൻ ചെയ്ത് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? റെഡി ആണോ? അതോ വേണ്ടെന്നാണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഷെറീന എന്ന് പറയുന്ന ഒരു മാം വരും. നിങ്ങൾക്ക് ബാക്കിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ്, ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവാനില്ലേ, അപ്പൊ മാം അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചാപ്റ്റർ മാം മിക്കവാറും ഏത് ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്യാനുള്ള ചാപ്റ്റർ ആണോ ചോദിക്കുന്നത് അഞ്ജലി? ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നോക്കിക്കോ. ഞാൻ എടുത്തിരിക്കുന്ന ബാക്കി ചാപ്റ്റേഴ്സ് CSST ഇപ്പൊ എന്താ ഡയാലിസിസും നമുക്ക് ഉൾപ്പെടുത്താം, അത് ഇതിൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി വെന്റിലേറ്റർ ആയിരിക്കും മാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മാം ഇപ്പൊ വരും. ഇൻപേഷ്യന്റും വെന്റിലേറ്ററും അല്ലേ ഇനി എടുക്കാനുള്ളത്. ഓക്കെ, മാം ആയിരിക്കും അത് രണ്ടും ചിലപ്പോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മാം വരും കേട്ടോ. ഓക്കെ, ആരും ലീവ് ചെയ്ത് പോകരുത്, മാം വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ എന്നാ ശരി. താങ്ക് യു മിസ്. ലീവ് ചെയ്ത് പോകരുത്, മാം വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പൊ തന്നെ വരും.